AIYF നേതാവ് ടി ജിസ്മോൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ ജിസ്മോൻ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത CPI ഔദ്യോഗികമായി തന്നെ മുകേഷിനെ മാറ്റണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ മുകേഷ് ആ സ്ഥാനത്ത് തുടരരുത്, ഇത്ര വലിയ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരാൾ ജനപ്രതിനിധിയായി തുടരരുത് എന്ന് തന്നെയാണ് CPIയുടെ നിലപാട്, അല്ലേ? അല്ല, CPIയുടെ നിലപാട് പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ്. പിന്നെ AIYFന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഈ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നിലപാട് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. എക്കാലവും ഈ വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട സംഘടനയാണ് AIYF. അപ്പോൾ ഞങ്ങൾ കൃത്യമായി സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന ആവശ്യവും രാജിവെക്കണമെന്ന ആവശ്യവും എല്ലാം കൃത്യമായി പറഞ്ഞ സംഘടനയാണ് AIYF. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വിഷയം ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് AIYF. അതായത് ജിസ്മോൻ, താങ്കൾ പറയുന്നത് മുകേഷ് മാറി നിൽക്കണം എന്ന് തന്നെയാണ് AIYFന്റെ നിലപാട്, അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഇപ്പൊ DYFI ആണെങ്കിലും നേരത്തെ തന്നെ പരോക്ഷമായി മുകേഷ് മാറണം എന്നുള്ളൊരു തീരുമാനമൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പൊ എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന നേതൃത്വം ഇത്തരം ഒരു നിലപാടിൽ നിൽക്കുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്, ജിസ്മോൻ? നമുക്കറിയാം, UDF ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് എടുത്തിരിക്കുന്ന ഒരു രക്തത്താപ്പുണ്ട്. അത് ഈ അവസരത്തിൽ പറയാതെ പോവുക സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ആ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ നിലപാടുമായി താരതമ്യം ചെയ്യുകയോ അതുമായി ചേർത്ത് വായിക്കുകയല്ല. കാരണം UDFന്റെ 2 MLA മാർ, കാരണം പല UDFന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും എല്ലാം വളരെ ശക്തമായി പ്രതികരിക്കുന്നത് കണ്ടു. പക്ഷെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ വിഷയത്തിൽ സ്ത്രീപക്ഷ നിലപാട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത കോൺഗ്രസിന് ഉണ്ടെങ്കിൽ M. വിൻസെന്റ്, നമ്മുടെ MLA M. വിൻസെന്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി 2 MLA മാർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി, ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള പ്രതികരണം. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ഈ വിഷയങ്ങളിൽ. സ്ത്രീപക്ഷ നിലപാട് കൃത്യമായി പറയുകയും അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സംഘടനയാണ് AIYF. പക്ഷെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇപ്പോൾ മുകേഷിനെതിരായി മാത്രം വരുന്നവർ ഒരുപക്ഷെ ഇത്തരം MLA മാർക്കെതിരായി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, കേസെടുക്കുമ്പോൾ, ജയിലിൽ പോകുമ്പോൾ ഒരക്ഷരം മിണ്ടാത്തവർ പോലും ഇത്തരത്തിൽ ഇരട്ടത്താപ്പുമായി വരുന്നതിന് ഈ അവസരത്തിൽ നമുക്ക് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷെ എങ്കിലും ഞങ്ങളുടെ നിലപാട് LDF ആണെങ്കിലും UDF ആണെങ്കിലും സ്ത്രീപക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സംഘടനയാണ് AIYF അത് ധീരമായിട്ടുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ ആ ഒരു ആത്മാർത്ഥത CPM-ൽ കാണുന്നില്ല. ഇന്നിപ്പോൾ സംസാരിച്ച മന്ത്രിമാരൊക്കെ പറയുന്നത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കോൺഗ്രസ് നേതാക്കളുടെ കാര്യമാണ്. അന്ന് അവർ രാജിവെച്ചോ എന്ന മറുചോദ്യമാണ് മുകേഷ് മാറണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആത്മാർത്ഥതയും ധാർമ്മികതയും അപ്പോൾ അതല്ലല്ലോ. അല്ല, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അതിനെ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ചർച്ചയ്ക്കകത്ത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അതിനെ വെച്ചുകൊണ്ട് ന്യായീകരിക്കുകയല്ല എന്നുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കാര്യം രാഷ്ട്രീയമായ ഒരു ലക്ഷ്യത്തോട് മാത്രം സ്ത്രീപക്ഷ നിലപാടുകളെ കാണാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് AIYFിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ രാഷ്ട്രീയമായി മുകേഷിനെതിരായി UDFന്റെ പല നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും നിലപാടെടുക്കുന്നത് കാണുകയുണ്ടായി. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ 2 MLA മാർ, കോൺഗ്രസിന്റെ 2 MLA മാർക്കെതിരായി അവർക്കെതിരായി കേസെടുക്കുമ്പോഴും ജയിലിൽ പോകുമ്പോഴും ഒരക്ഷരം പോലും ഇണ്ടാത്ത സാഹചര്യമുണ്ട്. പക്ഷെ ഞങ്ങളുടെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞത്, രഞ്ജിത്തിന്റെ വിഷയമാണെങ്കിലും അതുപോലെ തന്നെ സിദ്ദിഖിന്റെ വിഷയമാണെങ്കിലും മറ്റേതെങ്കിലും നടനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണമാണെങ്കിലും അതെല്ലാം കൃത്യമായി പറഞ്ഞു. ധാർമ്മികമായ ഒരു വശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ള അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജിസ്മോൻ, ഇതിലിപ്പോൾ എന്തായാലും അന്തിമ നിലപാടെടുക്കേണ്ടത് CPIM-ഉം മുഖ്യമന്ത്രിയുമാണ്. AIYF എന്ന സംഘടന ഇപ്പോൾ മുഖ്യമന്ത്രിയോടും CPM-നോടും ആവശ്യപ്പെടുകയാണ് മുകേഷിനെ മാറ്റണം എന്ന്, അല്ലേ? തീർച്ചയായിട്ടും. ശരി, ഈ ഘട്ടത്തിൽ എന്തായാലും പ്രതികരിച്ചതിന് നന്ദി ജിസ്മോൻ. ഉന്നയിച്ച ഒരു വിഷയം തന്നെ സെക്രട്ടറിയാണ് പരസ്യമായി പറയുന്നുണ്ട്, മുകേഷിനെ മാറ്റണം, ധാർമ്മികത എന്നുള്ളത്. സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയ്ക്കും ഇപ്പോൾ മുകേഷ് തുടരണം എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഋഷി, നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം, ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ശക്തമായി CPI ആണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മുകേഷിനെ മാറ്റണം എന്നാവശ്യപ്പെടുന്നത്. ഈ ജിസ്മോൻ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അതായത് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അതിനെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ് CPM-നോട് കൂടിയുള്ള ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം വരെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും ഇക്കാര്യത്തിലൊരു ശക്തമായ നിലപാടെടുത്തിരുന്നില്ല. CPIM തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത്. പക്ഷേ ഇന്നവർ കുറെ കൂടി അതിൽ കർശനമായ നിലപാടെടുക്കുന്നുണ്ട്. അവർക്കിടയിൽ നിന്നും വലിയ സമ്മർദ്ദം ഉയരുന്നുണ്ട്. CPIM ഇപ്പോൾ പ്രതിരോധിച്ചതുപോലെ 2 കോൺഗ്രസ് MLA-മാർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ നിങ്ങൾ രാജിവെച്ചോ എന്ന മറുചോദ്യം ഉയർത്തിയുള്ള പ്രതിരോധം മാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു.
CPI തന്നെ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ കണ്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ മുന്നണിക്കകത്തുള്ള ഒരു വലിയ വിഷയമായി തർക്കമായി അത് മാറാൻ പോകുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, ഭരണപക്ഷത്തുള്ള രണ്ടാമത്തെ വലിയ പാർട്ടിയായ CPIയെ കൂടി ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇതേപോലെ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്തായാലും നാളത്തെ ദിനം നിർണായകമാണ്. റോഷി, നാളെ CPMന്റെ നിർണായകമായിട്ടുള്ള യോഗം നടക്കുന്നു. അവിടെ നമുക്ക് നോക്കാം മുകേഷിനെ സംരക്ഷിക്കുമോ അതോ CPI പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മാറ്റുമോ എന്ന്.